ഹലോ ഗായ്സ്, ദിസ് ഇസ് മീ ശ്യാംലാൽ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അടിപൊളി പടത്തെക്കുറിച്ചാണ്. ദാറ്റ്സ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ബൈ നിവിൻ പോളി, മമിത ആൻഡ് ഗിരീഷ് എഡി ടീം. ഓക്കെ, ഭാവന സ്റ്റുഡിയോസിൻ്റെ പ്രൊഡക്ഷനിൽ ശ്യാം പുഷ്കരൻ, ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഒരു അടിപൊളി ഫീൽ ഗുഡ് റൊമാൻറ്റിക് മൂവീസാണ്. റൊമാൻറ്റിക് കോമഡി മൂവീസിൽ ഇതുപോലെ ഈ ജോണറിൽ വരുന്നതിൽ ഇനിയും പുതിയതായിട്ട് അല്ലെങ്കിൽ ഫ്രഷായിട്ട് എന്ത് ചെയ്യും എന്ന് ഓർത്ത് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു പടം വരുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ ഡിസംബറിൽ സർവമായ വന്നു, ഭയങ്കര നല്ല അടിപൊളി ഒരു ഹിറ്റ് തന്നിട്ടാണ് പോയത്. പിന്നെ വീണ്ടും നിവിൻ വന്നു, അതേ ചാമോടുകൂടി അതേ നിവിൻ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല സുഖമാണ്. നിവിൻ ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്ന് വെച്ചാൽ വളരെയധികം എൻജോയ് ചെയ്ത് ഫാമിലി എല്ലാം കൂടെ നല്ലതായിട്ട് പോയിട്ട് ഒരുപാട് എൻജോയ് ചെയ്ത് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇതിൻ്റെ മ്യൂസിക്കൊക്കെ നല്ല രസമാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയുടെ മ്യൂസിക്കാണ്. അപ്പം പുള്ളിക്കാരൻ്റെ വളരെ ഇച്ചിരി പെക്യുലർ ആയിട്ടുള്ള വേറൊരു മ്യൂസിക് സ്റ്റൈലാണ്. ലിറിക്സ് ആയിക്കോട്ടെ, പിന്നെ അതിൽ ചേർക്കുന്നൊരു നമ്മൾ കണ്ട് ശീലിച്ചൊരു പാറ്റേണിലായിരിക്കത്തില്ല പുള്ളിയുടെ ഒരു ജോണർ. പുള്ളിയുടെ തന്നെ ഒരു ജോണറുണ്ട്. അത് എനിക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതിൽ ഒരുപാട് ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞത് ഒരു സിറ്റുവേഷൻസ് കോമഡീസാണ്. നമ്മൾ ഇങ്ങനെ ഒരു കോമഡി സീരീസൊക്കെ നമ്മൾ കാണുമ്പം, ഒരു റോംകോം സീരീസൊക്കെ കാണുമ്പോൾ അടുത്ത സീന് എന്തായിരിക്കും എന്ന് അടുത്ത എപ്പിസോഡിൽ പ്രതീക്ഷിക്കത്തില്ല എന്ന ഒരു ഭാവത്തോടെ വേണേൽ ഇനി അടുത്ത സീനിൽ ഇവരുടെ സിറ്റുവേഷൻ എന്തായിരിക്കും, ഇവിടെ എവിടെയാണ് ചിരി വരുന്നത്, ഇവിടെ എവിടെയാണ് ഹ്യൂമർ വരുന്നത്, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതിനകത്ത് കാസ്റ്റിൽ എടുത്തു പറയുന്ന ഒരുപാട് ഇഷ്ടംപോലെ കാസ്റ്റ് ഉണ്ട്. അതായത് സംഗീത് പ്രതാപ് ഉണ്ട്, പിന്നെ സുരേഷ് കൃഷ്ണയുണ്ട്, പിന്നെ റോഷൻ ഷാനവാസ് ഉണ്ട്. ഗ്ലിക്സ് എന്നാണ് പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ പേര്. എനിക്കിതിനകത്ത് ഹ്യൂമർ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്തെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഹ്യൂമർ ഇങ്ങനെ ഗ്രാഫിക്കിനെ മേലോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഈ റോഷൻ ഷാനവാസിൻ്റെയാണ്. അതായത് പുള്ളിയുടെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഓരോരോ എക്സ്പ്രഷൻസും കാര്യങ്ങളും അതുപോലെയാണ്. പിന്നെ സുരേഷ് കൃഷ്ണയുടെയും ഓരോരോ ചെറിയ തഗ്ഗും ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന കുറേ സീൻസും അതൊക്കെയുണ്ട്. അതൊക്കെ ഭയങ്കര വൈബായിട്ട് നമ്മൾ കണ്ട് ആസ്വദിച്ച് എല്ലാത്തിനും നല്ല ഫ്രഷ്നെസ്സാണ്. പിന്നെ ഇതാ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഉള്ള ചൂരൽ എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഷമീർ ഖാൻ പുള്ളിനകത്ത് ശരിക്കും സ്ക്രിപ്റ്റിനകത്ത് പുള്ളിയുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു പാറ്റേണിലുള്ള ഈ നമ്മുടെ നോബിയൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. അതായത് മുഖത്ത് ഒരുപാട് എക്സ്പ്രഷൻസ് ഒന്നും വരില്ല, പക്ഷേ ചെയ്യുന്ന പഞ്ചൊക്കെ കൗണ്ടേഴ്സൊക്കെ അടിപൊളിയായിട്ടാണ് കറക്റ്റ് പ്ലേസ്മെൻറ്റിലൊക്കെ വീഴുന്നത്. അങ്ങനത്തെ ഒരു കുറേ ഇഷ്ടംപോലെ സീൻസ് ഉണ്ട്. യൂഷ്വലി സംഗീതത്തിൻ്റെ പെർഫോമൻസും യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന നമ്മൾ എൻജോയബിൾ ആയിട്ടുള്ളതാണ്. ഇതുവരെ നമുക്കത് ബോറടിക്കുന്നില്ല. അങ്ങനെ റിപ്പീറ്റബിലിറ്റി വരുന്നുണ്ട് പുള്ളിയുടെ പെർഫോമൻസിലൊക്കെ, പക്ഷേ എന്നാലും ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ആൻഡ് എൻജോയബിൾ. ആ ഒരു ഇഷ്ടമുണ്ട്. പിന്നെ മമ്മിയുടെ ഇതിനകത്ത് ഭയങ്കര എന്താ പറയുന്നത് പ്ലസൻറ്റ്ഫുള്ളാണ്. എന്നാ പറയുന്നത് ആ ക്യാരക്ടർ വെച്ചാൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ക്യാരക്ടർ എങ്ങനെ, പിന്നെ വേറെ ഇടത്തോട്ട് വരുമ്പം അവർ താമസം മാറി വരുന്ന അങ്ങനത്തെ ഒരു ഇതുണ്ട്. ട്രെയിലറൊക്കെ കാണുന്നത് അവർ താമസം മാറി വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ വളരെ നാച്ചുറലായിട്ട് തോന്നും. അതായത് പൊതുവേ മലയാള സിനിമ ഇങ്ങനെയാണ്. അതായത് നമ്മൾ ആക്ടിങ് ഒക്കെ ആണെന്ന് പറഞ്ഞാലും അത് എത്ര ബിഹേവിയറലായിട്ട് നമ്മൾ കാണുന്നു, അത്ര ടച്ചിങ് ആയിട്ട് അത്ര നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. അതുപോലത്തെ ഒരു നല്ലൊരു ക്യൂട്ട് ക്യാരക്ടറാണ് മമിതയുടെ. നല്ലതായിട്ട് വർക്കൗട്ടായി. പിന്നെ ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ കഥയാണ്. അത് ചെറിയൊരു ത്രെഡിൽ ഒരു വളരെ അമേസിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു റോംകോം മൂവിയാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇതിനകത്ത് ഒരു പാട്ടുണ്ട്. ഓക്കെ, അത് ഇതിന് വേണ്ടിയിട്ടുള്ളതല്ല, ഒരു പഴയ പാട്ടുണ്ട്. അത് ഞാൻ ഇപ്പം ഒരു റിപ്പീറ്റ് ലൂപ്പ് മോഡിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് സിനിമ കാണാത്തവരാണെങ്കിൽ തിയേറ്ററിൽ തന്നെ അത് എൻജോയ് ചെയ്യണമെന്നാണ് ഞാൻ എൻ്റെ ഒരു പറയാൻ ഉദ്ദേശിക്കുന്നത്.
പിന്നെ പിന്നെ ഒരുപാട് സന്തോഷം, വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് വരുന്ന കുറച്ച് ആൾക്കാരും കൂടെ ഒക്കെ ഉണ്ട്. പിന്നെ പാർവതി അയ്യപ്പദാസ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം റീൽസ് അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു അവർക്ക് പുള്ളിക്കാരത്തേക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്റ്റൻഡ് ഒരു ക്യാരക്ടർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്യാം മോഹൻ, പുള്ളി ഇങ്ങനെ ഓരോരോ സിനിമ കഴിയുമ്പോഴും എന്താ പറയുക, ഇനി എന്ത് വെറൈറ്റി ആയിട്ടുള്ള എന്ത് സാധനമാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള പെർഫോമൻസിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളതുകൊണ്ട് അവിടെയുള്ള കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളും കുറച്ചൊരു റെഫറൻസ് പോയിന്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളതെല്ലാം എൻജോയ് ചെയ്യും. പിന്നെ നിവിൻ്റെ ചാമാണ്, പുള്ളിയുടെ ചിരിയാണ്, പുള്ളിയുടെ സംസാരമാണ്, ചക്കരയാണ്. അതെ, ഓക്കെ. സോ എല്ലാവരും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ കാണണം. ഇതുപോലെ എത്ര ആൾക്കാരെ കൂട്ടാമോ അത്രയും ആൾക്കാരെ കൂട്ടി നിങ്ങൾ തിയേറ്ററിലേക്ക് വിടണം. ഇത് സിനിമ കാണണം, ഇത് വിജയിപ്പിക്കണം. അത്ര മാത്രമേ പറയാനുള്ളൂ. വളരെ നല്ല സിനിമയാണ്. ഐ എൻജോയ്ഡ് ഇറ്റ് ലോട്ട്.